പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മുഹമ്മദ് നസിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ മുഹമ്മദ് നസി പുതിയൊരു സൈനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എ ലീഗിൽ മെൽബൺ സിറ്റിക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരത്തിനാണ് ഇപ്പോൾ മുഹമ്മദ് നസി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 90 സ്റ്റോപ്പേജ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ന്യൂനോ റൈസ് എന്ന താരത്തിനെയാണ് മുഹമ്മദ് നസി സൈൻ ചെയ്തിരിക്കുന്നത്. 33 വയസ്സ് പ്രായം വരുന്ന ഒരു പോർച്ചുഗീസ് ഡിഫൻഡറാണ് ഇദ്ദേഹം. എ ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ആയുള്ള ഒരു താരം തന്നെയാണ് ന്യൂനോ റൈസ്. മികച്ചൊരു പരിചയ സമ്പത്തുള്ള ഒരു പോർച്ചുഗീസ് ഡിഫൻഡറിനെയാണ് നിലവിലിപ്പോൾ മുഹമ്മദ് നസി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ലൂണ തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അതിനുശേഷം താരം ആദ്യ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഒക്കെ സംശയമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് ലൂണ തിരികെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ലൂണയും അതുപോലെ തന്നെ നോവ സദാവിയും കളിച്ചേക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിനായി ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തീർത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വലിയൊരു ആകാംക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിനായി കാത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദാവി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നോവയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായിരിക്കണം. ഞാൻ വളരെ സന്തോഷവാനാണ്. നിങ്ങൾ ആരാധകർ എന്നിലും എല്ലാ കളിക്കാരിലും വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു ബഹുമതിയാണ്. എല്ലാവരും ഒരുമിച്ച് പോരാടി തങ്ങൾ കിരീടം നേടുമെന്നാണ് നോവ വ്യക്തമാക്കിയിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ മുന്നിൽ കളിക്കാനായി കാത്തിരിക്കുകയാണ് നോവ സദാവി. മറ്റൊരു കാര്യം, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് കിറ്റ് ഇന്നായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർത്തും ഒരു വെറൈറ്റി ജേഴ്സി ആയിരിക്കും വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് കിറ്റ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും നല്ലൊരു അഭിപ്രായമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് കിറ്റിന് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.